ക്ലേ ഫേസ് എന്ന് പറഞ്ഞ സിനിമയാണ് DC യൂണിവേഴ്സിൽ ഇനി വരാനിരിക്കുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടം. ബാറ്റ്മാന്റെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രാജിക് വില്ലൻസിൽ ഒരാളാണ് ക്ലേ ഫേസ്. ക്ലേ ഫേസിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. അതിൽ അനിമേറ്റഡ് സീരീസിലുള്ള മാറ്റ് ഹേഗന്റെ സ്റ്റോറി ആയിരിക്കും നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. മാറ്റ് ഹേഗന്റെ ഒരു ആക്ടർ ആയിരുന്നു. ഒരു അപകടം പറ്റി പുള്ളിക്കാരന്റെ ഫേസ് മുഴുവൻ ഡാമേജ്ഡ് ആവുകയാണ്. അപ്പോൾ പഴയതുപോലെ ഫേസിലെ സൗന്ദര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ക്രീം ആൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്രീം പുള്ളിയെ പതുക്കെ പതുക്കെ ഒരു മോൺസ്റ്റർ ആക്കി മാറ്റുന്നു. ക്ലേ ഫേസ് എന്ന് പറയുന്ന മോൺസ്റ്റർ. ക്ലേ ഫേസിന്റെ പ്രധാന പവർ എന്ന് പറയുന്നത് ഷേപ്പ് ഷിഫ്റ്റിംഗ് തന്നെയാണ്. ഒരാളായിട്ടോ അല്ലെങ്കിൽ ഈവൻ ഒരു വസ്തുവായിട്ടോ ഒക്കെ ഷേപ്പ് മാറാനായിട്ട് ക്ലേ ഫേസിന് പറ്റും. ടോം റീസ് ഹാരിസ് എന്ന് പറയുന്ന നടനായിരിക്കും ഈ സിനിമയിൽ ക്ലേ ഫേസ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ പക്ക ഒരു ഹൊറർ മൂഡിലായിരിക്കും മേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ജെയിംസ് ഗൺ ഓൾറെഡി കൺഫേം ചെയ്തു. പിന്നെ ജെയിംസ് ഗൺ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറഞ്ഞിരുന്നു. ഇനി മുതൽ DC യൂണിവേഴ്സിൽ വരാനിരിക്കുന്ന എല്ലാ സിനിമകൾക്കും ഒരു ഡിഫറെന്റ് ടൊണാലിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. അതായത് ഒരു സിനിമ മറ്റൊന്നിന്റെ കണക്കായിരിക്കില്ല എന്നുള്ളത്. ഇപ്പൊ മാർവൽ സിനിമാസ് എടുത്തു നോക്കിയാൽ മിക്ക സിനിമകളും ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആണ്. DCയിൽ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ സൂപ്പർമാൻ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ക്ലേ ഫേസ് എൻ്റർലി ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ടൊണാലിറ്റി ഉണ്ടാവും. ഇതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ്. കാരണം വിസിബിളി ഉള്ള വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അത് സിനിമയെ ഓർത്തെടുക്കാനും അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. ഇനി പെൻഗ്വിൻ സീരീസ് എടുത്ത് വെച്ചേക്കുന്നത് പോലാണ് ഇവർ ക്ലേ ഫേസ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ 100% ഷുവർ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ക്ലേ ഫേസ് എന്ന ക്യാരക്ടറിന് മാത്രമായിട്ടുണ്ടാവും.